VC നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിച്ച കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കേരള യൂണിവേഴ്സിറ്റി VC ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി. അതേസമയം സെനറ്റ് യോഗത്തിലെ VCയുടെ റിപ്പോർട്ടിൽ മറുപടിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു രംഗത്തെത്തി. വിവരങ്ങളുമായി MK വിനോദ ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനോദ, എങ്ങനെ നോക്കിക്കാണാം? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. ചാൻസലറായിട്ടുള്ള ഗവർണർ, അതേപോലെ തന്നെ പ്രോ വൈസ് ചാൻസലറായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, അതേപോലെ തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ, ഇവരൊക്കെ തമ്മിലുള്ള തർക്കങ്ങൾ വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ വിളിച്ചു ചേർത്ത സെർച്ച് കമ്മിറ്റി യോഗത്തിൽ അധികാര ദുർവിനിയോഗം എന്നുള്ള നിലയിൽ R ബിന്ദു ആ യോഗത്തിലേക്ക് കടന്നു വരികയും നിർബന്ധപൂർവ്വം അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് ആ സെനറ്റ് യോഗം നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. കേരള VC നിയന്ത്രിക്കേണ്ട ഒരു യോഗമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് ചാൻസലർ ഇല്ലാത്തതിനാൽ പ്രോ വൈസ് ചാൻസലറായിട്ടുള്ള തനിക്കാണ് ഇതിന്റെ അധികാരം എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടി ആ യോഗം നിയന്ത്രിക്കുകയും അജണ്ട തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഉയർന്നു വന്ന പേരുകളൊന്നും സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതുമില്ല. ഇക്കാര്യങ്ങളാണ് രേഖാമൂലം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇന്ന് രാജ്ഭവനിൽ നേരിട്ട് വന്ന് കേരള ഗവർണർക്ക് അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ വിശദീകരിച്ചു. അതുകൂടാതെ സെർച്ച് കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പേരുകൾ ഉൾപ്പെടുത്തി ആ ലിസ്റ്റ് കൂടി അദ്ദേഹം കേരള ഗവർണർക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണർ ചില നടപടികൾ കൈക്കൊള്ളാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു സെർച്ച് കമ്മിറ്റി യോഗം നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഗവർണർ താമസിയാതെ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പ്രധാനപ്പെട്ട 4 വൈസ് ചാൻസലർമാരെ ഉന്നതതല യോഗത്തിന് ഗവർണർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് ഇടവരുന്നത്. വിഷ്ണു.